കാട്ടാന ശല്യമുണ്ടെന്ന് വനംവകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്ന് മരിച്ച സോഫിയുടെ കുടുംബം ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. പുലർച്ചെയോടെ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തിയാണ് ജനങ്ങളെ അനുനയിപ്പിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം സോഫിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. ഈ കാട്ടാനാക്രമണം നടന്ന ഒരു മേഖലയിലാണ് വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രതിഷേധം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും പ്രദേശവാസികൾ മുമ്പോട്ട് വെക്കുന്നത്. ഇന്നും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായപ്പോഴും കൃത്യമായി വിളിച്ചറിയിച്ചിരുന്നതാണ്. ആ സമയത്തും കാട്ടാന തുരത്താനോ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്താനോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോഴും പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ രംഗത്ത് ഉള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ജില്ലാ കളക്ടർ എത്താതെ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല, ഈ ഒരു മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് ജനപ്രതിനിധികളോട് ചോദിക്കാം, ഏത് തരത്തിലാണ് ഈ ഒരു മേഖലയിലുള്ള ഒരു കാട്ടാനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ശല്യം എന്നുള്ളത്? ഏത് രീതിയിലാണ് ഈ ഒരു മേഖല ഇപ്പോൾ ഈ കാട്ടാന ശല്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്? നമുക്ക് കുറച്ച് നാളുകളായിട്ട് ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ ആളുകൾക്ക് ഒരു ഭീഷണിയായിട്ടില്ലായിരുന്നു. നമ്മളിവിടെ ജോലിക്ക് വരുന്ന ആളുകളെ ഓടിക്കുമെന്നല്ലാതെ ഒരു ജീവൻ ഇതുവരെ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ബോഡിയോട് കാണിക്കുന്ന അനാദരവാണെന്നറിയാം. എന്നാൽ പോലും ഈ ഒരു സാഹചര്യം നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിൻ്റെ ഈ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കളക്ടറെ ഇവിടേക്ക് വിളിച്ചിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ജനങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ഈ ഒരു ഭിന്നശേഷി കുട്ടിയുള്ള ഒരു കുടുംബമാണ്. ആ അമ്മയെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഇനിയൊരു മറ്റൊരു മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഒരു ജോലി വേണം. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ഇവിടെ 3 കുടുംബങ്ങളാണ് ഇവിടെ താമസമുള്ളത്. അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കണം. ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയുള്ളൂ. ഇപ്പോഴും ഈ മേഖലയിലേക്കുള്ള ഒരു വരവ് അത് ഭയങ്കര കഠിനമായ യാത്ര നടത്തണം. അപ്പോൾ ഈ കാട്ടാനയെ തുരത്താനുള്ള വനം വകുപ്പിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഈ മേഖലയിലുള്ളത്? നിരന്തരമായിട്ട് ഞങ്ങൾ പറയും. അത് പറഞ്ഞതുപോലെ ഒരുപാട് സമരമുറകളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴും ഈ പറയുന്ന പോലെ അവർ വരും, അവരുടെ ജോലി ഇവരെ ഓടിച്ചു വിടുക എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കാട്ടാനകൾ തിരിച്ചു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു പറച്ചിലും പോകുകയും സമരങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതല്ലാതെ വേറൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. നമുക്ക് ഇവിടെയുള്ള കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാട്ടാനയെ ഒഴിവാക്കി തന്നെ പോകണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ വനംവകുപ്പിൻ്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും വരുന്നത്. മറ്റ് ജനപ്രതിനിധികളോട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. ഈ മേഖലയിലുള്ള ഒരു മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് പ്രധാനമായും? ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഈ മേഖലയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കർഷക തൊഴിലാളികളും തോട്ടത്തൊഴിലാളികളും ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ 3-4 വർഷക്കാലമായിട്ട് കാട്ടാന ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ ഞങ്ങൾ 9 ദിവസം അടുപ്പിച്ച് സമരങ്ങൾ നടത്തിയതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മേലുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെയൊക്കെ തീരുമാനത്തോടു കൂടി തന്നെ മന്ത്രിതലത്തിൽ വരെ ഞങ്ങൾ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യത്തിനായിട്ട് 2 ദിവസത്തെ RR ടീം നമുക്കിവിടെ വന്ന് സേവനം നടത്തുന്നുണ്ട്. തുടർന്നും 10-25 കാട്ടാനകൾ ദിവസം പ്രതി ഇവിടെയുണ്ട്. എങ്കിലും ആളുകൾക്കൊരു ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇവിടെ ഈ പ്രദേശത്തോട്ട് കാട്ടാന കയറി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം എസ്റ്റേറ്റ് മേഖലയാണ്. ഇത് മുഴുവൻ വനമായിട്ടും കാടായിട്ടും കിടക്കുകയാണ്. ഈ സ്ത്രീ ഇവിടെ കുളിക്കാൻ വന്നാണ്. ഇവർ താമസിച്ചതിൻ്റെ മേളിലാണ്. അവിടെ 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവർ അത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ യാത്രാക്ലേശവും യാത്രാ ദുരിതങ്ങളും എല്ലാം വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ ഇവരൊന്ന് കുളിക്കാൻ ഇവർക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു മോളും ഒരു മോനും. മോള് ഭിന്നശേഷിക്കാരിയാണ്. അവരെ കുളിപ്പിച്ച് വിട്ടതിന് ശേഷം ഈ സ്ത്രീ കുളിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ദാരുണമായൊരു സംഭവം ഈ നാട്ടിലുണ്ടാകുന്നത്. ഇവിടെ ഈ മൃതദേഹം വെച്ചുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ ഒരു പരിപാടി എടുത്തിരിക്കുന്നത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം. കാരണം ഞങ്ങളുടെ ജീവനുള്ളൊരു സംരക്ഷണം അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടണം. ഞങ്ങളിവിടെ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നത് വളരെയധികം താമസിച്ചാണ് വന്നത് ഇവിടെ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെയൊക്കെ നീതി പണം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ കാട്ടാന ഇവിടെ ചത്തിരുന്നു. അന്ന് അരമണിക്കൂർ കൊണ്ട് അവർക്ക് ഇവിടെ എത്താനുള്ളൊരു ആവേശം ആ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അതിൻ്റെ 4-1 ആവേശം ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞപ്പോൾ അവർ കാണിച്ചില്ല. അതുകൊണ്ട് കളക്ടർ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവിടുത്തെ ജീവനുള്ള സംരക്ഷണം എന്ന നിലയിൽ കളക്ടർ വന്നതിന് ശേഷം ഈ കുടുംബത്തിന് അവർക്ക് മുന്നോട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളുടെ ജീവനുള്ളൊരു സംരക്ഷണവും അത് ഉറപ്പാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ
ഒരു തീരുമാനം. കൃത്യമായ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ എസ്റ്റേറ്റിന്റെ മേഖലയിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി ഇങ്ങനെ നിരന്തരമായി ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഈ കാട്ടാന കൂടുതലായി മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ചേട്ടാ, ഈ TR&T എസ്റ്റേറ്റിന്റെ നിലവിൽ ഈ മേഖലയിലെ ഒരു സാഹചര്യം എന്താണ്? ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന TR&Tയിലാണ്. ഈ TR&Tയുടെ ബൗണ്ടറി മേളുഭാഗത്താണ് 3 കുടുംബക്കാർ, ഇന്ന് മരിച്ച ആ സ്ത്രീയും വേറെ 2 കുടുംബക്കാർ താമസിക്കുന്നു. അവരിവിടുന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് താഴെ സ്റ്റേഷൻ കട വരെ പോകുന്നത്. ഇവിടെ ഒരു 3-3.5 വർഷമായിട്ട് കാട്ടാന ശല്യമുണ്ട്. ഒരു ആക്രമണം ഓടിച്ചിട്ടുണ്ട് ആൾക്കാരെ, ഒരു മനുഷ്യജീവൻ പോലും നിന്ന അങ്ങനെ ഉണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ രാവിലെ അവിടെ ആന ഉണ്ടായിട്ട് കുറച്ചുകാരെ അറിയിച്ചത്. അവർ വന്ന് ഇതിലേക്ക് ഇറങ്ങിയിട്ട് അവരങ്ങ് പോയി. അവർ ഇതിനെ ഓടിച്ചു വിടുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഈ TR&T തെളിക്കുക, കാരണം അവർ റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേനും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, കാട് പിടിച്ച് ശബരിമല വനത്തിനേക്കാൾ ഭയങ്കരമായ വനമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വന്യമൃഗശല്യം, ആന മാത്രമല്ല കടുവ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടണം. ഈ 3 കുടുംബക്കാരെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ച് സൗകര്യമായ രീതിയിലേക്ക് മാറ്റി പാർപ്പിക്കും. കാരണം ഇനി ഇവിടെ തന്നെ ജീവിച്ചാൽ ഇതിലും വലിയ അപകടം അവർക്ക് ഉണ്ടാകും. കാരണം വേറെ മാർഗ്ഗമില്ല, അവർക്ക് ഇറങ്ങി പോകാനും വരും. അതുകൊണ്ട് TR&T തെളിക്കുക, അതിനുള്ള ഒരു കർശനമായ നിർദ്ദേശം കളക്ടറിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. പിന്നെ കളക്ടർ വരാതെ ഈ ബോഡി കൊടുത്തുകൊള്ളില്ല എന്ന് പറയുന്ന കാരണം ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവരും കൂടെ അറിയണം. കാരണം പണ്ട് കർമ്മമാരൊക്കെ പറയുന്നവരെ ബാലികറ മല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. കാരണം നല്ല സ്ഥലങ്ങൾ മുഴുവൻ TR&Tക്കാർ പിടിച്ചു. ബാക്കി സ്ഥലങ്ങളിലാണ് ഈ സാധാരണക്കാരനും കൂലിപ്പണിക്കാരനും അങ്ങനെയുള്ള ജനങ്ങൾ വസിക്കുന്നതും ജീവിക്കുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ജനങ്ങൾക്ക് സംരക്ഷണം, ഒരു സുരക്ഷ, ഇതെല്ലാം ഉണ്ടാക്കി തരേണ്ടത് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കാശ് കൊണ്ടാണല്ലോ ശമ്പളം മേടിക്കുന്നത്. അപ്പോൾ അവരെ ഞങ്ങൾ ഇവിടെ ദേഹോദരം ഏൽപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, കാരണം ജനങ്ങൾ വന്നപ്പോൾ തുടങ്ങിയത് ജനപ്രതിനിധികളെല്ലാം ഒരു സംവിധാനം പാലിച്ചുകൊണ്ടാണ് അവരെ നിൽക്കുന്നത്. കാരണം ഞാൻ ഒരു 15 കിലോമീറ്റർ അപ്പുറം വരുന്നത് ഇവിടെ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. 15 കിലോമീറ്റർ അപ്പുറം ഇവിടെ വരുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് ഈ 3 കിലോമീറ്റർ അപ്പുറം എന്നുള്ള RRT സംഘവും ഫോറസ്റ്റുകാരൊക്കെ വന്ന് അവർ വന്നിട്ട് മാറി നിൽക്കുക. കാരണം അവർക്കറിയാം കാണിച്ചത് മോശമായി പോയി, രാവിലെ ഇതിനെ ഓടിച്ചു വിട്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു വിഷയം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ആ കുടുംബത്തിന് സുരക്ഷ കൊടുക്കുക, ഈ TR&T തെളിക്കാനുള്ള ഒരു കർശന നിർദ്ദേശം കൊടുക്കുക. പിന്നെ ജനങ്ങളുടെ സ്വത്ത് വേണ്ട, ജീവന്, സ്വത്ത് ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം, ജീവന് സംരക്ഷണം കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യണം. കൃത്യമായി ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ സമയത്തും വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല. അതായത് ഇത് വിളിച്ചറിയിക്കുമ്പോൾ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ സമയത്ത് ആദ്യം തന്നെ എത്തിയ പ്രദേശവാസിയായിട്ടുള്ള ഒരാളാണ് നമ്മോടൊപ്പം ഇപ്പം ചേരുന്നത്. ചേട്ടാ, ഇവിടെ എത്തുമ്പോഴുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ താഴെ നിന്ന് വണ്ടിയുണ്ട്, ഞങ്ങൾ ജീപ്പുണ്ട്. ജീപ്പുമായിട്ട് താഴേയിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാർ കുറേയധികം ആൾക്കാർ റോഡിൽ കൂടി നടന്നു കയറി വരുന്നു. നടന്നു കയറി വരുമ്പോൾ റോഡില്ല. കാരണം ഈ മുകളിലെ ആ പ്രദേശ സ്ഥലമൊക്കെ ഉള്ളവരുണ്ട്. അവർക്ക് നടന്ന് ആ പറമ്പിൽ ചെല്ലാൻ പോലും ഉള്ളൊരു സാഹചര്യത്തിൽ കൂടെയുള്ള റോഡോ വഴികളോ ഇതിലൂടെ ഇല്ല. നമ്മൾ തന്നെ വന്നപ്പോൾ തന്നെ കണ്ടു കാണുമായിരുന്നു. അപ്പം ഞങ്ങൾ വരുമ്പോഴേ ഇവിടെ ഒരു 10-20-25 പേരോളം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നത്. അതിനുശേഷം കൂട്ടമായിട്ട് മതമ്പായിൽ നിന്നും അതുപോലെ തന്നെ ചെന്നപ്പുറത്താഴയിൽ നിന്നും എല്ലാം കുറേയധികം ആൾക്കാർ ഇവിടെ കയറി വരികയും ഒക്കെ ചെയ്തു. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെത്തിയത് എട്ടരയായപ്പോഴത്തേക്കും പ്രദേശവാസികളെല്ലാം അന്നേരം തന്നെ ഇപ്പോൾ പെരുവന്താനത്ത് കിടക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാണേലും അതുപോലെ ഈ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എല്ലാ വാർഡുകളിലും. 14 വാർഡിനകത്ത് കുറച്ചധികം മെമ്പർമാർ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കൃത്യമായിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ടായി. പക്ഷേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൃത്യമായിട്ടും എത്തിയില്ല. ഞാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടു കാണുമായിരിക്കും, ഏകദേശം ഒരു 30-35 വർഷമായിട്ട് ഈ എസ്റ്റേറ്റിനകത്ത് റോഡില്ലാതിരുന്ന പ്രദേശം. പണ്ട് ഒരു 35-40 വർഷം മുമ്പ് ടാർ ചെയ്തതാണ്, ചെറിയ ഒരു 3 മീറ്റർ വീതി ടാർ ചെയ്തതാണ്. അതിനുശേഷം ഒരു 30-35 വർഷമായിട്ട് ഈ റോഡ് ടാർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ TR&T ഉടമയുടെ കയ്യിലാണ് ഈ റോഡ്. 22 മതമ്പാം മുണ്ടൊക്കെ എന്ന് പറയുമ്പോൾ 22 കിലോമീറ്റർ ദൂരമാണ്. ഈ 22 കിലോമീറ്റർ ദൂരത്തിനകത്ത് 18 കിലോമീറ്ററും ഈ സ്വകാര്യ വ്യക്തിയുടെ ഈ തോട്ട ഉടമയുടെ ഇരിക്കുന്ന റോഡാണ്. അപ്പം അത് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ CPM-ൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി എന്ന KT വിനു പഞ്ചായത്ത് പ്രസിഡന്റ്, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം സാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സാമിയുടെയിൽ നിന്ന് 12 കിലോമീറ്റർ, അതായത് മെഡിക്കൽ ടെസ്റ്റ് മുതൽ ഈ കുപ്പക്കയം കൈചൂണ്ട് വരെയുള്ള 12 കിലോമീറ്റർ സാമിയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച് അത് നല്ല നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റി.
അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് മതമ്പ വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അത് വളരെ ദുരിതം. നിങ്ങളിപ്പോൾ വന്ന് കണ്ടായിരിക്കും ആ റോഡ്. അതൊരു 30-35 വർഷമായിട്ട് അതിൻ്റെ മണ്ടൽ ടാറെന്ന് പറയുന്ന സംവിധാനം വീണിട്ടില്ല. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം അതിനൊരു 7 കോടി രൂപ ഗവൺമെൻറ് ഈ പ്രാവശ്യം അനുവദിച്ചിട്ടുണ്ട്. അത് വരും വർഷത്തിൽ ആ റോഡ് പണി നടന്ന് പൂർത്തീകരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ജനങ്ങളെല്ലാം ഒരു ആവേശമായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ ആവശ്യമാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 7-ാം വാർഡിൽ കുറേയധികം ആൾക്കാർ, ഒരു 50ഓളം ആൾക്കാർ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് തോട്ടം വിട്ട് കാർഷിക മേഖല വിട്ട് മുണ്ടക്കയം ടൗണിലേക്ക്, വണ്ടമ്പാല, പനക്കച്ചിറ ആ പ്രദേശങ്ങളിലേക്ക് വാടകയ്ക്ക്, സ്വന്തം വീടെടുത്തല്ല വാടകയ്ക്ക് ഈ വന്യമൃഗങ്ങളെ ആനയെ പേടിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ താഴെയാണ് മെയിൻ റോഡ്, അതായത് മുണ്ടക്കയം മതമ്പാറ റോഡ്. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കിന് 3 സ്കൂൾ ബസ്സും ഒരു 4 കോട്ടയം മുണ്ടക്കയം അങ്ങനെ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നു. ഇപ്പം നിലവിൽ ഓടുന്ന ഒരു ഒറ്റ ബസ്സാണ് ഓടുന്നത്, ഒറ്റ ബസ്. അതിന് പോലും ആളില്ല. കാരണം ആളെല്ലാം ഇവിടെ ഈ എസ്റ്റേറ്റ് വിട്ടും കാർഷിക മേഖല വിട്ടും പോയി. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആനശല്യമാണ്. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സാണ് ഓടുന്നത്. ആ സ്കൂൾ ബസ് എൻ്റെ കുട്ടികളടക്കം ആ സ്കൂൾ ബസ് യാത്ര ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വരുമ്പോൾ കാണുമായിരിക്കും ആ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു ബസ് വന്നു കഴിഞ്ഞാൽ വേറൊരു വാഹനം എതിരെ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകാനിടയില്ല. ഒരു യാത്രക്കാർക്ക് നടക്കാനിടയില്ല. കാരണം ഈ തോട്ടയുടമ ആ റോഡ് ഒന്ന് സൈഡ് വെട്ടിക്കുകയോ അല്ലെങ്കിൽ റോഡിന് മുകളിലേക്കുള്ള ആ പള്ളകളൊന്നും വെട്ടിമാറ്റുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് ഈ തോട്ടത്തിൻ്റെ മാനേജരോടും കമ്പനി ഉടമകളോടും അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസർമാരെല്ലാം പറയുന്നത് ആ റോഡിൽ നിന്ന് ഒരു 10 അടി അകലത്തിൽ ആ കാടൊന്ന് വെട്ടുവാണെങ്കിൽ ആന വന്നോട്ടെ, ഞങ്ങൾക്ക് കാണാമല്ലോ, വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ, ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിപ്പോൾ ആ സ്ത്രീ ഇവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കും. ആന ഇവിടെ വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് കണ്ട് എപ്പോഴാടത്തിൽ കൂടി ആന ഓടിച്ചിട്ട് പിടിച്ചു, അവിടിട്ട് പിടിച്ച്. ഈ കാട് വെട്ടി മാറ്റുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആന സ്ത്രീയെ പിടിക്കുകയില്ല. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ തോട്ട ഉടമയാണ് ഇവിടെ ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുക പ്രധാന പ്രതി എന്ന് പറയുന്നത് ഈ തോട്ട ഉടമയാണ്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വേലയും ചെയ്യുന്നില്ല. സർക്കാരിനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ജനപ്രതിനിധികളെ കുറ്റം, പഞ്ചായത്ത് മെമ്പറിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് ആന പിടിച്ചത്, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഇടപെട്ടില്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടില്ല, സർക്കാർ കൊള്ളുകയില്ല. ഇതൊക്കെ ചെയ്യേണ്ട ആരാ? ഈ താഴെ തട്ടിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിനകത്ത് റേഞ്ച് ഓഫീസറോ DFO ഞാൻ കുറ്റം പറയുകയില്ല, പ്രദേശവാസി എന്നതിൽ ഞാൻ അവരെ കുറ്റം പറയുകയില്ല. ഇവിടുത്തെ ബീറ്റിൽ ഉദ്യോഗസ്ഥന്മാർ വേണം. ആ ഉദ്യോഗസ്ഥന്മാർ 6 പേര് ഈ ബീറ്റിൽ മതമ്പായിൽ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഒരു 10 ലക്ഷം രൂപ മുടക്കി അവരുടെ ബിൽഡിങ് നവീകരിച്ച് കറണ്ടും എല്ലാം സോളാറും അവരുടെ ചുറ്റിനുമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ചുറ്റും സോളാർ വേലിയുണ്ട്, മറ്റേതുണ്ട്, ആന കയറാത്ത മറ്റേ വേലി പിടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കില്ലത്. കഴിഞ്ഞിടയ്ക്ക് ഈ എരുമേലി റേഞ്ചിൽ തന്നെ എവിടെ ഒരു കുഞ്ഞ് 100 ഗ്രാമുള്ള കാട്ടുകോഴിയെ പിടിച്ച് അദ്ദേഹം ഇപ്പോൾ റിമാൻഡില്ല. പറമ്പിൽ കയറി കാട്ടുകോഴിയെ ഒരു കുഞ്ഞു കുരുക്കിട്ട് പിടിച്ച് 100 ഗ്രാമേ ഉള്ളൊരു കാട്ടുകോഴി എന്ന് പറയുമ്പോഴത്തേക്കിന് ആ കോഴിയെ പിടിച്ചതിന് ആ പാവപ്പെട്ട കർഷകൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഒരു ആന ചരിഞ്ഞു. ഇവിടെ 1 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട JCB, ഹിറ്റാച്ചി എല്ലാം വന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ മിച്ചമായി. 6-6.5 മണിക്കൂറായി. ഈ മൃതദേഹത്തോട് കാണിക്കുന്നത് അനാദരവ് കാണിക്കുന്ന ആരാ? ഈ ഉദ്യോഗസ്ഥന്മാരാണ് കാണിക്കുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് 1/2 മണിക്കൂർ മുമ്പേ കൊണ്ടുപോയാൽ അത് ഏറ്റവും നല്ലത് എന്നുണ്ട്. ഞങ്ങൾക്ക് ആ മൃതദേഹത്തിന് അനാദരവല്ല കാണിക്കും. ഞങ്ങൾ നിലവിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ജീവിക്കണം. അതിനൊരു പരിഹാരം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് കൃത്യമായിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശത്ത് ബീറ്റ് ഓഫീസുണ്ട്, മുറിഞ്ഞവരെ ഡെപ്യൂട്ടി ഓഫീസുണ്ട്, ഇവിടെ എല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം ജോലി ചെയ്യണം. ശമ്പളം മാത്രം വാങ്ങിയാൽ പോരാ, അവർ ജോലി കൃത്യമായിട്ടും ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കും. ഇതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ടത്. അത്തരത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലില്ലായ്മയാണ് ഈ ഒരു അപകടങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാട്ടാനശല്യം ഈ മേഖല കേന്ദ്രീകരിച്ച് രൂക്ഷമാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ ഒന്നാകെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യമായ ഇടപെടൽ അതുണ്ടാവണം. അതുകൂടാതെ ഈ മേഖലയിലെ വന്യമൃഗശല്യത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ കൃത്യമായി നടക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യം. പലതവണ അറിയിച്ചാൽ പോലും വേണ്ട രീതിയിൽ നടപടികളൊന്നും ഉണ്ടാകാത്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനവുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്.